പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2-3 വീഡിയോസിൽ ഞാൻ പ്രധാനമായിട്ടും പ്രതിപാദിച്ചത് നമ്മളെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അതിൽ പിന്നെ നമ്മൾ നാട്ടിൽ ബിസിനസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നേരിടുന്ന കുറേ വെല്ലുവിളികൾ ഉണ്ടാവും. പ്രത്യേകിച്ച് തുടക്കത്തിൽ, അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത മേഖല, ആ മേഖലയിൽ സ്വാഭാവികമായും യുണീക്ക്നെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു സർവീസ് സെലക്ട് ചെയ്ത് ഏതൊന്നോ ആയിക്കൊള്ളട്ടെ, അതിൽ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഇല്ലാത്ത മേഖലയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ കൊണ്ടുവരുമ്പം അതിൻ്റെ പിന്നാലെ കോമ്പറ്റീഷൻ വരും. നമ്മളെക്കാളും ബെറ്ററായിട്ട്, നമ്മളെക്കാൾ വെറൈറ്റി ആയിട്ട്, നമ്മളെക്കാൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ അത് കോപ്പി ചെയ്യും. അപ്പോൾ അങ്ങനെ കോമ്പറ്റീഷൻ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ രീതിയിൽ, കൃത്യമായ പിന്നെ സമയത്ത് നമ്മളെ സർവീസ്, നമ്മളെ പ്രോഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി നമ്മളുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് പകരം പ്രോഫിറ്റ് മാർജിൻ വർദ്ധിപ്പിക്കുന്നതിന് വരും. ഇപ്പം നമ്മൾ 10% ആണ് നമ്മളെ മാർജിൻ എങ്കിൽ ആ മാർജിൻ വർദ്ധിപ്പിക്കാതെ സെയിൽസ് യൂണിറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി, അപ്പോൾ ആ പ്രോഡക്റ്റിൽ നിന്ന് നമുക്കൊരു മാർജിൻ കിട്ടുന്നുണ്ടാവും. അപ്പം നമ്മളെ പ്രോഫിറ്റ് റേഞ്ച് ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കൂട്ടാതെ നമ്പർ ഓഫ് പ്രോഡക്ട്സ് നമുക്ക് കൂട്ടാൻ സാധിക്കും. അതോടൊപ്പം നമ്പർ ഓഫ് സർവീസ് കൂട്ടാൻ സാധിക്കും. ഇപ്പോൾ സർവീസ് സെക്ടർ പറയാന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം സർവീസസ് നമുക്ക് കണക്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് പിന്നെ നമ്മളുടെ ബിസിനസ് എക്സ്പാൻഷൻ ഘട്ടം ഘട്ടമായിട്ട് വേണം ചെയ്യാൻ. ഇപ്പം നമുക്ക് ധാരാളം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്, ബിസിനസ് സ്കെയിൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് നമ്മളുടെ ബിസിനസ് പെട്ടെന്ന് സ്കെയിലപ്പ് ആവണം, അടുത്ത ലെവലിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ ആഗ്രഹം തോന്നാം. പക്ഷെ നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ടത് നമ്മളുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്താൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ബിസിനസ് ആണോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം. ചില ബിസിനസ്സുകൾ സ്കെയിലപ്പ് ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. കാരണം സ്കെയിലപ്പ് ചെയ്യുന്നതിന് നമ്മൾ മുടക്കുന്ന പൈസ അല്ലെങ്കിൽ ആ ഒരു മുതൽ മുടക്ക് പോലും ചിലപ്പോൾ നമുക്ക് ആ സ്കെയിലപ്പ് കൊണ്ട് റിട്ടേൺ വരില്ല. ഇപ്പം നിലവിൽ എങ്ങനെയാണോ ആ അവസ്ഥയിൽ തന്നെ. അതിന് ഏറ്റവും എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളെ ഈ ചപ്പാത്തി, ദോശമാവ് ഇതൊക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ച് സ്കെയിലപ്പ് എന്ന് പറയുന്നത് ഒരു റിസ്കി പ്രോസസ്സിംഗ് ആണ്. കാരണം ഇത് ഡെയിലി പിന്നെ നമ്മളൊരു നിശ്ചിത മാർക്കറ്റിലേക്കാണ് ഈ സാധനം, നമ്മൾ ഒരു നിശ്ചിത കസ്റ്റമറിലേക്കാണ് നമ്മളിത് എത്തിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് നമ്മളിത് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കിയാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ന് പറഞ്ഞ മാതിരി നമ്മളെ സ്കെയിലപ്പ് ചെയ്യേണ്ട ബിസിനസ് ആണോ, പ്രോഡക്റ്റ് ആണോ, സർവീസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് മാത്രം സ്കെയിലപ്പിന് വേണ്ടി ശ്രമിക്കാവൂ. അതല്ലെന്നുണ്ടെങ്കിൽ അതൊരു വലിയ പരാജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഇതാണ് പിന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലവിൽ പിന്നെ ഒരു തുടക്കക്കാർക്കുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അനുഭവത്തിൽ നിന്നുമുള്ള പിന്നെ കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നിലനിൽക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ നിലനിൽക്കുക, സസ്റ്റെയിൻ ചെയ്യുക, അതിൽ കൂടി നമ്മൾ ആഡ് ചെയ്യുക, പുതിയ പ്രോഡക്ട്സ്, പുതിയ സർവീസ് ആഡ് ചെയ്യുക, അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. സ്കെയിലപ്പിനെ പറ്റി എപ്പോഴും ചിന്തിക്കേണ്ടത് അത് സ്കെയിലപ്പിനകത്ത് ചിലപ്പോൾ പാർട്ണറെ ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അടുത്തൊരു ബ്രാഞ്ച് തുടങ്ങുന്നതോ അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്ക് പോകുന്നതോ ഏത് തന്നെയാണെങ്കിലും നമ്മളുടെ നിലവിലുള്ള അവസ്ഥ സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാവൂ എന്നതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.